ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ ഞാനീ പറയുവാൻ പോകുന്ന 12 നക്ഷത്ര ജാതകരിൽ ആരെങ്കിലുമുണ്ടോ എങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. 2026 മെയ് മാസം 31 തീയതി മുതൽ ജൂൺ മാസം 6 വരെ നിങ്ങളുടെ സമയം തെളിയുകയാണ്. അതായത് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ചില ഐശ്വര്യങ്ങൾ, ചില മഹാ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുവാൻ പോകുകയാണ്. ഈ പറയുന്ന നക്ഷത്ര ജാതകരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തലവര തെളിയും. നിങ്ങളുടെ വീട് രക്ഷപ്പെടും. അതായത് നിങ്ങളോ മക്കളോ വീട്ടിൽ മറ്റാരെങ്കിലുമോ ഈ നക്ഷത്ര ജാതകരിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മൊത്തം ഉയർച്ച ആരംഭിക്കുകയാണ്. ഭഗവാൻ നിമിത്തം ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ ഗംഭീരമായി നടന്നു കിട്ടും. അതായത് അച്ചിട്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കുകയും ചെയ്യുന്നത് ഉറപ്പാണ്. ആദിത്യൻ ഇടവം രാശിയിൽ, രോഹിണി ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ കറുത്ത പക്ഷത്തിലും ജൂൺ 1 അതായത് ഇടവം 18 തിങ്കളാഴ്ച രാത്രി, ചൊവ്വ പുലർച്ചെ 1:48 വ്യാഴം മിഥുനത്തിൽ നിന്നും ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ പ്രവേശിക്കും. പുണർത്തം 4-ാം പാദത്തിലാകും അപ്പോൾ വ്യാഴം. ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിലും, രാഹു കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും, കേതു ചിങ്ങം രാശിയിൽ മകത്തിലും തുടരുന്നു. ബുധൻ തിരുവാതിരയിലും, ശുക്രൻ പുണർത്തത്തിലും, ചൊവ്വ മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലുമായി സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദത്തിൽ ഉൾപ്പെടുന്ന മേടം രാശിക്കാരായ നിങ്ങൾക്ക് പ്രവർത്തനശേഷിയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. ധൈര്യത്തോടെ എല്ലാവിധ തീരുമാനങ്ങളും എടുക്കുന്നത് വളരെയധികം ഫലപ്രദമാകും. ആശയവിനിമയശേഷി വർദ്ധിക്കുകയും സോഷ്യൽ മീഡിയ, എഴുത്ത്, ബിസിനസ് ഇടപാടുകൾ, ചെറിയ യാത്രകൾ എന്നിവയിൽ കൂടി നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയുടെ അവസാനത്തോടെ തടസ്സപ്പെട്ട എല്ലാവിധ കാര്യങ്ങൾക്കും ഒരു മുന്നേറ്റം അനുഭവപ്പെടും. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ ചെലവുകൾ, മാനസികമായ സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകാം. കുടുംബകാര്യങ്ങളിൽ ഒറ്റപ്പെടുത്തൽ തോന്നുമെങ്കിലും അടുത്ത സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കുന്നത് മൂലം വളരെയധികം ഉന്മേഷമുണ്ടാകും. കർമ്മരംഗത്ത് നിങ്ങളുടെ കഴിവുകളെല്ലാം തന്നെ അംഗീകരിക്കപ്പെടുന്നതാണ്. സർക്കാർ മേഖല, ടെക്നോളജി, മീഡിയ, മാർക്കറ്റിംഗ്, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം മുന്നേറ്റ സാധ്യതയുണ്ട്. ദേഷ്യം വർദ്ധിക്കാനും വാക്കുകളിൽ കടുപ്പമുണ്ടാകുവാനും ഇടയുള്ള കാലമായതിനാൽ ബന്ധങ്ങളിൽ സഹിഷ്ണുത പാലിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ ആരോഗ്യപരമായി ഉഷ്ണരോഗങ്ങളോ രക്തസമ്മർദ്ദം പോലുള്ളവ ഉണ്ടാകാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച സാമ്പത്തികമായ കാര്യങ്ങളിലും വ്യക്തിപരമായ തീരുമാനങ്ങളിലും കൂടുതൽ ശ്രദ്ധയുണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനുള്ള താല്പര്യവും ഉണ്ടാകും. ഈ വാരത്തിൻ്റെ അവസാനത്തോടെ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു ആഴ്ചയാണ്. ധനം, കുടുംബസൗഖ്യം, ആശയവിനിമയം എന്നിവയിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കും. അതുപോലെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കുകയും നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കുന്നതിനാൽ ബിസിനസ്, അധ്യാപനം, മീഡിയ, കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു ആഴ്ചയാണ്. അതുപോലെ നല്ല
വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. കടബാധ്യതകൾക്കൊരു പരിഹാരമുണ്ടാകുന്നതാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ ബുദ്ധിമുട്ടുകളോ മാനസികമായ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ ഇടയുള്ള ആഴ്ച കൂടിയാണ്. കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സാമ്പത്തികമായി വളരെയധികം സമ്മർദ്ദം അനുഭവപ്പെടും. വിദേശ ബന്ധം ഗുണകരമായി ഭവിക്കും. ഈ ആഴ്ചയുടെ അവസാനത്തോടെ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുവാൻ കഴിയുന്നതാണ്. ഉറക്കക്കുറവ്, കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ, ശാരീരിക ക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ മഹാദേവന് ധാര സമർപ്പിക്കുകയും ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളും ആത്മവിശ്വാസവും എല്ലാവിധ കാര്യങ്ങളിലും വരും. അതായത് വ്യക്തിത്വ വികസനം, ഭാഗ്യം, ബന്ധങ്ങൾ, സാമ്പത്തിക പുരോഗതി എന്നിവയിൽ വളരെ ഗുണകരമായ മാറ്റങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. കൂടുതൽ ശക്തി ആർജിക്കുകയും തീരുമാനങ്ങളെല്ലാം തന്നെ വേഗത്തിൽ നടപ്പിലാക്കുവാനുള്ള കഴിവും നിങ്ങളുടെ വർദ്ധിക്കുന്നതാണ്. പുതിയ ജോലികൾ ലഭിക്കുന്നതിനും ബിസിനസ്സിൽ പുതിയ കരാറുകൾ ലഭിക്കുന്നതിനും പലവിധ അഭിമുഖങ്ങളും ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ അധ്വാനത്തിന് ഒരു ഫലം ഉണ്ടാകുന്ന വാരമാണ്. പഠനവുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ വന്നു ചേരും. അവയിൽ നിങ്ങൾക്ക് വിജയിക്കുവാനും സാധിക്കുന്നതാണ്. ആശയവിനിമയ കഴിവ് നിങ്ങളുടെ ഉയരുന്ന ഒരു വാരമായതിനാൽ മറ്റുള്ളവരെ എല്ലാം തന്നെ എളുപ്പത്തിൽ സ്വാധീനിക്കുവാൻ കഴിയും. പിന്തുണ നേടുവാനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായി പലവിധ നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാമെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലവുകളും വന്നു ചേരും. ചില മാനസിക സമ്മർദ്ദം ഉണ്ടാകും. അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യാത്രകൾ, ഓൺലൈൻ ഇടപാടുകൾ എന്നിവയിൽ വളരെയധികം ജാഗ്രത ഈ ആഴ്ച വേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സഹായം ലഭിക്കുന്നതിനും ആത്മീയ താല്പര്യം വർദ്ധിക്കുന്നതിനും ഇടയുള്ള ഒരു വാരമാണ്. ബന്ധങ്ങളിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ക്ഷമ പാലിക്കുക. ശാരീരിക ക്ഷീണം, തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകൾ ഈ ആഴ്ച ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ആരോഗ്യപരമായി അല്പം കരുതൽ പുലർത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച പല രീതിയിലുള്ള മാറ്റങ്ങളും അതുപോലെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും അനുഭവപ്പെടും. സുഹൃത്തുക്കൾ മുഖേനയും കൂട്ടായ പ്രവർത്തനങ്ങൾ, പുതിയ ബന്ധങ്ങൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ എന്നിവയിൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിവേകപൂർവമെടുത്ത തീരുമാനങ്ങൾ പിന്നീട് വലിയ നേട്ടങ്ങളായി മാറും. അതുപോലെ വിദേശ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും ആത്മീയ യാത്രകൾ, ഓൺലൈൻ ജോലികൾ, മെഡിറ്റേഷൻ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ ഇടയാകുന്ന വാരമാണ്. താമസം മാറ്റവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ദീർഘനാളായി നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതായി അനുഭവപ്പെടും. പഠനം, നിയമകാര്യങ്ങൾ, സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പങ്കാളിത്ത ഇടപാടുകളിൽ വളരെയധികം ജാഗ്രത വേണം. കർമ്മരംഗത്ത് മത്സരബുദ്ധി വർദ്ധിക്കുന്നതിനും ഉത്തരവാദിത്തങ്ങൾ കൂടുകയും ചെയ്യും. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് സമാധാനമുണ്ടാകും. മാനസികമായ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതിനും ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകുവാൻ ഇടയുള്ള ഒരു വാരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ തൊഴിലിൽ അംഗീകാരം ലഭിക്കുന്നതിനും സാമൂഹികമായും ശ്രദ്ധേയമായ മാറ്റങ്ങളും ഉണ്ടാകും. മേലധികാരിയുടെ അംഗീകാരം ലഭിക്കുന്നതിനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനും അതുപോലെ സ്ഥാനവർദ്ധനവിനും ഇടയുണ്ട്. സുഹൃത്തുക്കൾ, കൂട്ടായ പ്രവർത്തനങ്ങൾ, ഓൺലൈൻ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നും
ബന്ധങ്ങളിൽ നിന്നും എല്ലാം തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകും. സാമ്പത്തികമായ വർധനവുണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുവാനുള്ള അവസരങ്ങളും സ്വാധീനമുള്ള ആളുകളുടെ പിന്തുണയും ലഭിക്കുന്ന ഒരു ആഴ്ചയാണ്. ആത്മവിശ്വാസക്കുറവ്, മാനസികമായ സംഘർഷം, മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള ഒരു പ്രവണത എന്നിവയുണ്ടാകാം. കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് വിവേകത്തോടെ എടുക്കേണ്ട ഒരു ആഴ്ചയാണ്. തന്മൂലം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ദാമ്പത്യ ബന്ധങ്ങളിലും ബിസിനസ് പങ്കാളിത്തത്തിലും ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. സാമ്പത്തികമായ ഇടപാടുകൾ, അതായത് ലോൺ, നികുതി, നിയമകാര്യങ്ങൾ എന്നിവയിൽ സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. ദൂരയാത്രകൾ, പഠനം, വിദേശ ബന്ധങ്ങൾ, ആത്മീയ കാര്യങ്ങൾ എന്നിവയിൽ അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായി മൈഗ്രെയിൻ, രക്തസമ്മർദ്ദം, ക്ഷീണം എന്നിവ അനുഭവപ്പെടുവാൻ ഇടയുള്ള വാരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായി നിങ്ങൾക്ക് ഈ ആഴ്ച ഭാഗ്യവും തൊഴിലിൽ മുന്നേറ്റവും ഒരുപോലെ ശക്തമാകും. ദൂരയാത്രകൾ, പഠനം, ഉയർന്ന വിദ്യാഭ്യാസം, സർക്കാർ ആനുകൂല്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ എന്നിവയിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങളും പുതിയ അവസരങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ കർമ്മരംഗത്ത് അംഗീകാരം ലഭിക്കുന്നതിനും പുതിയ പദവികൾ, കരിയർ വളർച്ച, ബിസിനസ് വികസനം എന്നിവയും സാധ്യമാകും. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ധനച്ചെലവുകൾ വർദ്ധിക്കും. മത്സരങ്ങളിൽ വിജയമുറപ്പാണ്. ശത്രുശല്യം കുറയുന്നതിനും നിങ്ങളുടെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ മറികടക്കുവാനും കഴിയുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിത്ത ബന്ധങ്ങളിലും സഹിഷ്ണുത ആവശ്യമാണ്. അതുപോലെ വാഹന സംബന്ധമായ കാര്യങ്ങളിലും യാത്രകളിലും ധന ഇടപാടുകളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു വാരമാണ്. അടുപ്പമുള്ള ആളുകളുമായി ചെറിയ അകൽച്ചയ്ക്ക് സാധ്യതയുണ്ട്. ജീവിതത്തിൽ സ്ഥിരതയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു വാരമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും അമിതമായ ചിന്തകളും ഉറക്കക്കുറവും അനുഭവപ്പെടുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ അവസാന പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളും പുതിയ തിരിച്ചറിവുകളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പല കാര്യങ്ങളിലും സംഭവിക്കും. ധന ഇടപാടുകളിലും ഇൻഷുറൻസ്, നികുതി, പാരമ്പര്യ സ്വത്ത്, രഹസ്യ കാര്യ പദ്ധതികളിലും ശ്രദ്ധ വളരെയധികം ആവശ്യമാണ്. ഇതുവരെ നടക്കാതിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതായി കാണാം. ദൂരയാത്രകൾ, പഠനങ്ങൾ, വിദേശ ബന്ധങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ, ഉയർന്ന സ്ഥാനക്കാരുടെ സഹായങ്ങൾ എന്നിവയിൽ നിന്നും വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകും. പുതിയ പഠന അവസരങ്ങളും ജോലി സംബന്ധമായ യാത്രകളും ഉണ്ടാകുവാൻ ഇടയുള്ള വാരമാണ്. നിങ്ങളുടെ സൃഷ്ടിപരമായ മേഖലകളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയബന്ധങ്ങളിൽ ആശയക്കുഴപ്പങ്ങളോ തെറ്റിദ്ധാരണകളോ ഉടലെടുക്കും. എങ്കിലും ക്ഷമയോടെ മുന്നോട്ട് പോയാൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വറുതിയിൽ വരുന്നതാണ്. ദാമ്പത്യ ബന്ധങ്ങളിലും ബിസിനസ് പങ്കാളിത്തങ്ങളിലും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചില സന്ദർഭങ്ങളിൽ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ആഴ്ചയുടെ അവസാനത്തോടെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം തന്നെ മെച്ചപ്പെടുന്നതാണ്. ആരോഗ്യപരമായി ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ശാരീരിക ക്ഷീണം, രക്തസമ്മർദ്ദം എന്നിവ അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന നിങ്ങൾക്ക് ഈ ആഴ്ച ബന്ധങ്ങൾ, തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ ഇവയിലെല്ലാം തന്നെ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതം, ബിസിനസ് പങ്കാളിത്തം, പുതിയ കരാറുകൾ, പൊതുബന്ധങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിലും ആഴ്ചയുടെ അവസാനത്തോടെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ
വറുതിയിൽ വരുന്നതാണ്. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ, പഴയ കുടിശ്ശികകൾ ഇവ തിരികെ ലഭിക്കുന്നതിനും ഇടയാകും. പാരമ്പര്യ സ്വത്ത് സംബന്ധമായ രഹസ്യമായ സഹായങ്ങൾ എന്നിവ ലഭിക്കുന്നതാണ്. ഗവേഷണം, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഷുറൻസ്, ചികിത്സാ രംഗം എന്നിവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. വീടുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളും വാഹനപരമായ ധനച്ചെലവുകളും കുടുംബ അന്തരീക്ഷത്തിൽ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. സന്താനങ്ങൾ, പ്രണയം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ഷമയും ഉത്തരവാദിത്വവും ആവശ്യമാണ്. മത്സരങ്ങളിൽ വിജയിക്കുവാനും ശത്രുശല്യം കുറയ്ക്കുന്നതിനും ജോലി സ്ഥലത്ത് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുവാനും സാധിക്കും. എന്നാൽ അമിതമായ ആവേശം കാരണം സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദങ്ങൾ, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ഉറക്കക്കുറവ് എന്നിവയുണ്ടായേക്കാം. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുരാശിക്കാരായ നിങ്ങൾക്ക് തൊഴിൽ ബന്ധങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരു ആഴ്ചയാണ്. കർമ്മരംഗത്ത് കഠിനാധ്വാനവും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകുന്ന വാരമാണ്. ശത്രുശല്യങ്ങൾ കുറയുന്നതിനും മത്സരങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിനും ഇടയാകും. വാരാന്ത്യത്തോടെ ദാമ്പത്തിക ബന്ധങ്ങൾ, ബിസിനസ് പങ്കാളിത്തങ്ങൾ എന്നിവയിൽ വളരെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങൾ, പുതിയ പങ്കാളിത്തങ്ങൾ, കരാറുകൾ, സാമൂഹികമായ അംഗീകാരം എന്നിവയിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. വിവാഹിതർക്ക് നല്ല ബന്ധങ്ങൾ ലഭിക്കുന്നതാണ്. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. മീഡിയ, എഴുത്ത്, ഓൺലൈൻ മേഖലകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും യാത്രകൾ ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബ കാര്യങ്ങളിലും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില കാലതാമസങ്ങളും ഉത്തരവാദിത്തങ്ങളും നേരിടേണ്ടി വരുന്നതാണ്. വീട് മാറ്റം, വാഹനം, സ്വത്ത് എന്നിവ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കുന്നത് വളരെയധികം നല്ലതാണ്. സൃഷ്ടിപരമായ കഴിവുകൾ, മത്സര വിജയങ്ങൾ, പ്രണയബന്ധങ്ങൾ എന്നിവയിൽ ഉണർവുണ്ടാകും. സാമ്പത്തികമായി വളരെയധികം പുരോഗതി കാണുവാൻ കഴിയുന്നതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അമിതമായ ചൂട്, തലവേദന എന്നിവ അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച സൃഷ്ടിപരമായ ചിന്തകൾ, കുടുംബകാര്യങ്ങൾ, തൊഴിൽ എന്നിവയിൽ വളരെയധികം മുന്നേറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പഠനം, സന്താനങ്ങൾ, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, പ്രണയകാര്യങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. കലാരംഗം, മീഡിയ, വിദ്യാഭ്യാസ രംഗം, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ കാര്യങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും തിരക്കേറിയ ഒരു സാഹചര്യമാണ്. കർമ്മരംഗത്ത് വിജയം, ശത്രുദോഷങ്ങൾ കുറയുന്നതിനും പുതിയ ജോലി അവസരങ്ങൾ ലഭിക്കുന്നതിനും ഈ ആഴ്ച ഇടയാകും. ആരോഗ്യപരമായും നിങ്ങൾക്ക് വളരെയധികം മെച്ചമുണ്ടാകുന്ന വാരമാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് സാമ്പത്തിക കാര്യങ്ങളിലും മാറ്റമുണ്ടാകും. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചിലവുകളും വർദ്ധിക്കും. വാക്കുകളിൽ ശ്രദ്ധ പാലിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ധൈര്യവും നിങ്ങളുടെ സഹനശക്തിയും വർദ്ധിക്കും. ദീർഘകാലമായി ആലോചിച്ചിരുന്ന പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ വീടുമായി ബന്ധപ്പെട്ടോ വാഹനവുമായി ബന്ധപ്പെട്ടോ ചിലവുകൾ വർദ്ധിക്കും. ആരോഗ്യപരമായി മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നെഞ്ച് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ക്ഷീണം എന്നിവ അനുഭവപ്പെടുവാൻ ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പോരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച കുടുംബകാര്യങ്ങൾ, തൊഴിൽ രംഗം, സാമ്പത്തികമായ മുന്നേറ്റം എന്നിവയുണ്ടാകും. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വത്ത്, വാഹനം, കുടുംബ സൗഖ്യം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. വീട് മാറ്റം, വീട് പുതുക്കി പണിയുക, ഭൂമി സംബന്ധമായ ഇടപാടുകളിലും തീരുമാനങ്ങൾ എടുക്കുവാനിടയുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും സന്താനങ്ങൾ, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, പ്രണയബന്ധങ്ങൾ എന്നിവയിൽ
കരിയറിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കലാപരമായ നേട്ടങ്ങൾ, ഭാഗ്യ ആനുകൂല്യങ്ങൾ, മത്സര വിജയങ്ങൾ, സൽസന്താന ഭാഗ്യം എന്നിവ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ചില ആശയക്കുഴപ്പങ്ങളോ അനാവശ്യമായ ചിന്തകളോ തീരുമാനങ്ങളിൽ സ്ഥിരതയില്ലായ്മ ഉണ്ടാക്കിയേക്കാം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ വലിയ നേട്ടങ്ങൾ ഈ ആഴ്ച കൈവരിക്കുവാൻ സാധിക്കും. അതുപോലെ ആശയവിനിമയം, മീഡിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ വളരെ മുന്നേറ്റമുണ്ടാകും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. ആരോഗ്യപരമായി ഉറക്കക്കുറവ്, നാഡീ സംബന്ധമായ ക്ഷീണം, രക്തസമ്മർദ്ദങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീന രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച ആത്മവിശ്വാസം വർദ്ധിക്കുകയും ആശയവിനിമയം, സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ മുന്നേറ്റങ്ങൾ എന്നിവയുണ്ടാകും. ധൈര്യവും പ്രവർത്തനശേഷിയും വർദ്ധിക്കും. ചെറിയ യാത്രകൾ, മീഡിയ പ്രവർത്തനങ്ങൾ, ഓൺലൈൻ ബിസിനസ്, ഓൺലൈൻ പഠനം തുടങ്ങിയ മേഖലകളിൽ ഗുണകരമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ടും സ്വത്തുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ ഉണ്ടാകും. ഈ ചർച്ചകളെല്ലാം തന്നെ ഗുണപ്രദമാകുന്നതാണ്. കുടുംബ സൗഖ്യം, വാഹന ലാഭം, കുടുംബ സന്തോഷം, താമസ സ്ഥലങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ എന്നിവ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. കുടുംബ അംഗങ്ങളുടെ സഹകരണവും സന്തോഷകരമായ വാർത്തകളും ഈ ആഴ്ച ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങളും മാനസികമായ സംഘർഷങ്ങളും അനുഭവപ്പെടും. അനാവശ്യമായ ധനച്ചിലവുകൾ, ഉറക്കക്കുറവ്, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ എന്നിവ പുലർത്തുന്നത് വളരെയധികം ഗുണകരമാണ്. പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ ഈ ആഴ്ച തുറന്നു കിട്ടും. എന്നാൽ വാക്കുകൾക്ക് മൂർച്ച കൂടുവാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളിൽ ക്ഷമയും സൗമ്യതയും പാലിക്കണം. കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളോ ശാരീരികമായ ക്ഷീണം, ദഹനം എന്നീ അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ ഇടയുള്ള വാരമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിച്ച് മുന്നോട്ട് നീങ്ങുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.